എടാ മക്കളെ, അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്താ എന്നുള്ളത് നോക്കാനുണ്ട്. നോക്കൂ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ദിസ് മെത്തേഡ് ഈസ് മോർ യൂസ്ഫുൾ വെൻ ദർ ആർ 2 or more സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. രണ്ടോ അതിലധികമോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഉള്ളൊരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അപ്പോർഷൻ ടു അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺലി അറ്റ് എ ഗിവൺ പെർസെൻറ്റേജ്. ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സർട്ടൈൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും, വിധിച്ചു കൊടുക്കും. ദെൻ ദ കോസ്റ്റ് ഓഫ് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലസ് ഫ്രം ദ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അപ്പോർഷൻ ബാക്ക് ടു ദ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റും പ്ലസ് ആദ്യം കിട്ടിയ കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് അത് വീണ്ടും ഫസ്റ്റത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് തന്നെ കൊടുക്കും. അങ്ങനെ ആ ഒരു സർട്ടൈൻ എമൗണ്ട് നെഗ്ലിജിബിൾ ആവുന്നത് വരെ, അത് ഇല്ലാണ്ടാവുന്നത് വരെ, അല്ലെങ്കിൽ അത് ചെറുതാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കും. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കോസ്റ്റ് വരുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ കോസ്റ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ദെൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ കോസ്റ്റും പ്ലസ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റും കൂടെ കൂട്ടിയിട്ട് തിരിച്ചങ്ങോട്ടും അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ എമൗണ്ട് ഇല്ലാണ്ടാവുന്നവരെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്ത് കളിക്കുക. അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇനി എന്താണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ടോപ്പിക്ക് അവിടെ വരുന്നുള്ളൂ. അതിൽ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? അപ്പോർഷൻമെൻറ്റ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നോക്കി നമ്മൾ. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി. അതിൽ നോൺ റെസിപ്രോക്കൽ ബേസിസിൽ സ്റ്റെപ്പ് ലാഡർ നമ്മൾ പഠിച്ചു. റെസിപ്രോക്കൽ ബേസിസിൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നോക്കി. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് നോക്കി. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഔട്ട് ഓഫ് സിലബസ് ആണ്, നമുക്ക് ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാനുള്ളൂ. ഇനി നമുക്കവിടെ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്താണെന്നുള്ളതാണ്. ആഫ്റ്റർ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് വി കം ടു നോ ദ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമുക്കറിയാം, അപ്പോർഷൻ നമ്മൾ ചെയ്തു, അപ്പോർഷൻമെൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ ഓവർ ഹെഡ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ദെൻ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദാറ്റ് ഓവർ ഹെഡ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു ദ യൂണിറ്റ് പ്രൊഡ്യൂസ് ഓർ ജോബ്സ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുള്ള അപ്പോർഷൻ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വന്നിട്ടുള്ള സർട്ടൈൻ ഓവർ ഹെഡുകളെ നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഓർ ജോബ് ക്യാരിഡ് ഔട്ട് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ മാറ്റണം. അതായത് അവിടെയുള്ള ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, എത്ര യൂണിറ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര ജോലിയാണ് അവിടെ എടുത്തിട്ടുള്ളതെങ്കിൽ അതിന് ഈക്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുള്ള ഓവർ ഹെഡുകൾ നമ്മൾ ചേഞ്ച് ആക്കണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയും. മീനിങ് നോക്കും, ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് സിംപ്ലി മീൻസ് ചാർജിങ് ഓവർ ഹെഡ് ഓഫ് എ കോസ്റ്റ് സെൻറ്റർ ടു ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ്. അതായത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സർട്ടൈൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഓവർ ഹെഡുകളെ പല കോസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുകയാണ്. അതായത് പ്രൊഡക്ട്സിലോട്ടോ ജോബിലോട്ടൊക്കെ നമ്മൾ ചാർജ് ചെയ്യുക. അതിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുക. നമ്മൾ അപ്പോർഷൻമെൻറ്റ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുള്ള ഓവർ ഹെഡുകളെ നമ്മൾ പല കോസ്റ്റ് യൂണിറ്റ്സിലേക്ക്, അതായത് പ്രൊഡക്ട്സും ജോബ്സും ഒക്കെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, അതിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുക. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുക. അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, ഓവർ ഹെഡ് അബ്സോർപ്ഷൻ മീൻസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്. ഓവർ ഹെഡുകളെ നമ്മൾ കോസ്റ്റ് യൂണിറ്റിലോട്ട് അലോട്ട് ചെയ്യുക, വീതിച്ചു കൊടുക്കുക. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വിവിധ പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ ജോലികൾ, അതിനൊക്കെയാണ് നമ്മൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുക. ദെൻ ഇറ്റ് ഈസ് എ ചാർജിങ് ഓഫ് ഓവർ ഹെഡ് ടു ദ ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സ് ഓർ യൂണിറ്റ് ത്രൂ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ. ഈച്ച് യൂണിറ്റ് ഓർ ജോബ് ഓഫ് ദ കോസ്റ്റ് സെൻറ്റർ ഗെറ്റ്സ് ഷെയർ ഓഫ് ഓവർ ഹെഡ് ഓഫ് ദ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് ദി കോസ്റ്റ് സെൻറ്റർ. ഇവിടെ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് സർട്ടൈൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡിൻ്റെ കോസ്റ്റിനെ നമ്മൾ പല പ്രൊഡക്റ്റിലോട്ടും പല യൂണിറ്റിലേക്കും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ മീൻസ് ചാർജിങ് ഓഫ് ഓവർ ഹെഡ് ഓഫ് എ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ടു ഇറ്റ്സ് ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ് ബൈ മീൻസ് ഓഫ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. ഇവിടെ ഒരു സർട്ടൈൻ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഉണ്ടായിരിക്കും. ആ റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
ഇവിടെയുള്ള ഓവർ ഹെഡുകളെ കോസ്റ്റ് സെൻറ്ററിൽ നിന്ന് കോസ്റ്റ് യൂണിറ്റിലോട്ട് മാറ്റേണ്ടത്, ചാർജ് ചെയ്യേണ്ടത്. നമുക്ക് അപ്പോർഷൻ ചെയ്ത് കിട്ടിയിട്ടുള്ള കോസ്റ്റ് സെൻറ്ററിലേക്ക് കിട്ടിയിട്ടുള്ള, കോസ്റ്റ് സെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുള്ള ഓവർ ഹെഡുകളെ പല പല കോസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും, ചാർജ് ചെയ്യും. എന്തിൻ്റെ ബേസിലാണ്? ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റിൻ്റെ ബേസിലാണ് നമ്മളത് ചാർജ് ചെയ്യും. ദെൻ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ഈസ് ഓൾസോ നോൺ ആസ് റിക്കവറി ഓഫ് ഓവർഹെഡ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ഓവർഹെഡ്. അതിനെ തന്നെ നമ്മൾ റിക്കവറി ഓഫ് ഓവർഹെഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്നും പറയും. Then absorption is done by means of overhead rate. The term overhead rate refers to the rate by which overheads are to be charged to different cost unit. Overhead കോസ്റ്റ് യൂണിറ്റിലോട്ട് ചാർജ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആ ഒരു എന്താ പറയുക റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓവർഹെഡ് റേറ്റ് എന്ന് പറയുക. ഓവർഹെഡുകൾ കോസ്റ്റ് യൂണിറ്റിലോട്ട് ചാർജ് ചെയ്യുന്ന ഓവർഹെഡുകളുടെ റേറ്റ്, അതാണ് ഓവർഹെഡ് റേറ്റ്. ഇനി എങ്ങനെയാണ് ഓവർഹെഡ് റേറ്റ് കാണുക? ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ഓവർഹെഡ് ടു ബി അബ്സോർബ്ഡ് ബൈ ദ സ്യൂട്ടബിൾ ബേസ്. ഓരോ ഓവർഹെഡുകളെ സ്യൂട്ടബിൾ ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ആ ഓവർഹെഡ് റേറ്റ് നമ്മൾ കാണുക.